എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു ചെറിയ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇവളുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. ഇവളുടെ അനിയനൊരു കുഞ്ഞു മോളായിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞു മോള്, എന്താ പേര്, കേറ്റ്ലിൻ. നമ്മൾ പൊന്നൂസ് എന്ന് വിളിക്കും. അപ്പോൾ അവളുടെ ബാപ്റ്റിസമായിട്ട് ഞങ്ങൾ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ലീവൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കുറേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് എനിക്കൊരു സ്പെഷ്യൽ ഒരാവശ്യം വന്നപ്പോൾ കുറേ ലീവ് എടുത്തു. നീ ചിരിക്കൊന്നും വേണ്ട, സംഭവമൊന്നുമില്ല. ഞാനൊന്ന് വീണ് കൈയൊക്കെ ഒടിഞ്ഞ് 2 വർഷം വീണ് കൈയൊക്കെ ഒടിഞ്ഞ് അങ്ങനെ മെഡിക്കൽ ലീവ്, അതിൻ്റെ പുറകെ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ലീവൊക്കെ എടുത്ത് ലീവെല്ലാം തീർന്നിരിക്കുക. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവള് പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവളുടെ ലീവും പെട്ടെന്ന് ക്യാൻസലായി. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ്, അതാദ്യം പറയണമല്ലോ. അപ്പം നമ്മൾ ഈ പ്രവാസികളുടെ നാട്ടിലെ പരിപാടികളൊക്കെ മിസ്സാവും. അപ്പം ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ജോലിക്കാരെയും വിളിച്ചു. അവർക്കൊന്നും നമ്മുടെ ഏരിയയിലേക്ക് ഇതില്ല, ഡെലിവറി ഇല്ല. നമ്മുടെ എന്ന് പറഞ്ഞൊരു മലയോര പ്രദേശമാണ്. നമ്മൾ ഇരിട്ടിയിലാണ്. ഇരിട്ടിയിലേക്കൊന്നും കുറേ എല്ലാവർക്കും സർവീസ് ഉണ്ട്, ഹോം ഡെലിവറി സർവീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ അങ്ങോട്ടില്ല, അതാണ് പ്രശ്നം. അല്ലാതെ അവരുടെ അടുത്ത് ഒന്നും ഇല്ലയെന്നല്ല. അപ്പം ഞങ്ങൾ വെറുതെ മലബാർ ഗോൾഡിൻ്റെ സൈറ്റിൽ കയറി നോക്കി. അപ്പോൾ അവർക്ക് ഹോം ഡെലിവറി ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ വെറുതെ നമ്മളുടെ ഇരിട്ടിയിൽ മലബാർ ഗോൾഡ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ വെറുതെ വിളിച്ചതാണ്. വെറുതെ വിളിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞു, നമുക്ക് നോക്കാം സാർ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആദ്യം പറഞ്ഞത്. അങ്ങനെ എനിക്ക് ഒരു പെൺകുട്ടിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ കസ്റ്റമർ സർവീസ്. പേര് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എനിക്ക് കുറേ മോഡൽസ് അയച്ചു തന്നു. റേറ്റ് ഇങ്ങനെ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരുടെ ഒരു പരസ്യത്തിൻ്റെ കാർഡുണ്ട്, അതിങ്ങനെ എനിക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളതങ്ങ് ഫിക്സ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കിട്ടി, ഞങ്ങളത് ഫിക്സ് ചെയ്തു. അവർ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് നല്ല വീഡിയോ ഒക്കെ എടുത്ത് അവരെനിക്കത് അയച്ചു തന്നു. ആ സാധനം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്തു. അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി, അല്ലേ? കാരണം നമ്മൾക്ക് ഗിഫ്റ്റ് എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു, കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു. ഒരു നല്ലൊരു ഹെൽപ്പാണ് എനിക്ക് ഇതൊന്ന്. അതെ, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഇതൊരു പ്രൊമോഷനും പരിപാടിയൊന്നും അല്ല. ഇത് നല്ല കാര്യമാണ്. നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക്, നാട്ടിലുള്ള വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് അവരത് ചെയ്തു. അതാണ്, ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇരിട്ടി മലബാർ ഗോൾഡിൻ്റെ സ്റ്റാഫിനും മലബാർ ഗോൾഡിനും എല്ലാവർക്കും ഞങ്ങളുടെ വക ഒത്തിരി താങ്ക്സ്.